നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പിന്താങ്ങി രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പിന്താങ്ങി രാഷ്ട്രപതി ദ്രൗപദി മുർമു. തെരഞ്ഞെടുപ്പുകളെ ഒന്നിപ്പിക്കുന്ന നടപടി ഭരണസ്ഥിരത ഉറപ്പാക്കുമെന്ന് പറഞ്ഞ രാഷ്ട്രപതി സാമ്പത്തിക ബാധ്യത കുറയ്ക്കുമെന്നും വ്യക്തമാക്കി. 76ാമത് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മൂന്നാം മോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി പിന്താങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. തെരഞ്ഞെടുപ്പുകളെ ഒന്നിപ്പിക്കുന്ന നടപടി രാജ്യത്ത് ഭരണസ്ഥിരത ഉറപ്പാക്കും, ഒപ്പം നയവ്യതിയാനം ഇല്ലാതാക്കും, ഒപ്പം സാമ്പത്തിക ലാഭം ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും രാഷ്ട്രപതി പുകഴ്ത്തി. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 18 ദിവസം പ്രായമായ കുഞ്ഞിന് ദാരുണാന്ത്യം. പറവൂർ നഗരസഭ 21-ാം വാർഡിൽ സ്റ്റേഡിയം റോഡിൽ എടക്കൂടത്തിൽ ജിത്തു ഗ്രീഷ്മ ദമ്പതികളുടെ ഏക മകനാണ് മരിച്ചത്. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷമുണ്ടായ കുട്ടിയാണ്. ശനിയാഴ്ച രാവിലെ 10:30-നാണ് സംഭവം. പാൽ കൊടുത്ത ശേഷം കുട്ടിയെ കട്ടിലിൽ കിടത്തിയിരുന്നു. കുട്ടിക്ക് നേരിയ പനിയും ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അനക്കം കാണാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും എത്തും മുമ്പ് മരിച്ചു. സബ് ജയിലിൽ നിന്ന് ചാടിപ്പോയ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ. എറണാകുളം സബ് ജയിലിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടി. മംഗളവനത്തിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി രക്ഷപ്പെട്ടതിന് പിന്നാലെ പോലീസ് മംഗളവനത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെയാണ് പ്രതി പിടിയിലായത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. ലഹരി കേസിൽ തടവിൽ കഴിഞ്ഞിരുന്ന പശ്ചിമബംഗാൾ സ്വദേശിയായ ബന്ദി ബിശ്വാസ് ആയിരുന്നു ജയിൽ ചാടിയത്. ഇയാളെ തിരികെ ജയിലിലെത്തിച്ചു. കൊല്ലത്ത് സംഘർഷം, 3 പേർക്ക് വെട്ടേറ്റു. കൊല്ലം ചിത്ര മാങ്കോടാണ് സംഘർഷമുണ്ടായത്. മാങ്കോട് സ്വദേശി ദീപു, കിഴക്കുംഭാഗം സ്വദേശി ഷെഫീഖ്, വാള ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. അല്പം മുമ്പാണ് സംഭവം. ചിത്ര പോലീസ് സ്ഥലത്തെത്തി. തടി കയറ്റി വന്ന ലോറി കേബിളിൽ കുഴുങ്ങി കേബിൾ പൊട്ടിയതാണ് അക്രമത്തിന് കാരണമെന്ന് വാർഡംഗം പറഞ്ഞു. വെട്ടേറ്റ 3 പേരുടെയും നില ഗുരുതരമാണ്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. MDക്ക് രാജ്യത്തിന്റെ ആദരം. നടി ശോഭനയ്ക്കും നടൻ അജിത്തിനും പത്മവിഭൂഷൺ. MD വാസുദേവൻ നായർക്ക് രാജ്യത്തിന്റെ ആദരം. മരണാനന്തര ബഹുമതിയായി MDക്ക് പത്മവിഭൂഷൺ നൽകും. ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ PR ശ്രീജേഷ്, നടി ശോഭന, നടൻ അജിത്ത് ഉൾപ്പെടെയുള്ളവർക്ക് പത്മഭൂഷണും സമ്മാനിക്കും. IM വിജയൻ, K ഓമനക്കുട്ടിയമ്മ, ക്രിക്കറ്റ് താരം R അശ്വിൻ തുടങ്ങിയവർക്ക് പത്മശ്രീ പുരസ്കാരവും സമ്മാനിക്കും.